മീഡിയ വൺ ഷാർജയിൽ സംഘടിപ്പിച്ച സ്റ്റാർ ഷെഫ് പാചക മത്സരത്തിലെ ജേതാക്കളെ പ്രഖ്യാപിച്ചു. രുചിക്കൂട്ടുകൾ വാശിയോടെ മാറ്റുരച്ച മത്സരത്തിൽ എറണാകുളം സ്വദേശി നസീബ രണ്ടാം സീസണിലെ സ്റ്റാർ ഷെഫായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഗൾഫിലെ പാചക പ്രതിഭകളെ കണ്ടെത്താൻ മീഡിയ വൺ ഷാർജ സഫാരി മാളിൽ ഒരുക്കിയ സ്റ്റാർ ഷെഫ് മത്സരത്തിന്റെ പല ഘട്ടങ്ങൾ പിന്നിട്ട് ഗ്രാൻഡ് ഫിനാലയിലെത്തിയ 10 മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് എറണാകുളം സ്വദേശിയായ നസീബ സ്റ്റാർ ഷെഫ് പട്ടം സ്വന്തമാക്കിയത്. 5000 ദിർഹം ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ളതാണ് ഒന്നാം സമ്മാനം. ഒരു കേരള ഡിഷിനെ ഫ്യൂഷനായിട്ട് ഒരു സ്വീറ്റ് സോസും കൂടി കൊടുത്തിട്ട്, അപ്പോൾ പ്രൂൺസ് കൊണ്ട് ഞാനൊരു സോസ് ചെയ്ത്, പിന്നെ ചിക്കന് ജസ്റ്റ് ഒരു ചില്ലി ഫ്ലേക്സും പിന്നെ അങ്ങനെയൊക്കെ ചെയ്തൊരു ആക്ച്വലി പേര് മെസ്മറൈസിങ് ഡിഷ് കൊക്കോ നട്ടി ചിക്കൻ വിത്ത് പ്രൂൺ സോസ്. കാസർഗോഡ് സ്വദേശി ഫസീല ഉസ്മാൻ രണ്ടാം സ്ഥാനം നേടി. ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക പുരുഷ മത്സരാർത്ഥി തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ദീപക് ശരത് മൂന്നാം സ്ഥാനം നേടി. ഇവർക്ക് യഥാക്രമം 3000 ദിർഹത്തിന്റെയും 2000 ദിർഹത്തിന്റെയും ക്യാഷ് പ്രൈസുകൾ സമ്മാനിച്ചു. കുട്ടികൾക്കായി സംഘടിപ്പിച്ച ജൂനിയർ ഷെഫ് മത്സരത്തിൽ കോഴിക്കോട് സ്വദേശി അഹമ്മദ് യസാൻ ഒന്നാമതെത്തി. Middle Eastern dish. See, sushi is a Japanese dish. So I'll be making a raw fish. So I don't like raw fish. So end version I can modify it. മലപ്പുറം സ്വദേശി നഷ്വ രണ്ടാം സ്ഥാനവും സയാൻ അബ്ദുൽ കരീം മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. പാചകരംഗത്തെ കൂട്ടുകെട്ടുകൾക്കായി സംഘടിപ്പിച്ച ടേസ്റ്റി സ്ക്വാഡ് മത്സരത്തിൽ അബുദാബിയിൽ നിന്നെത്തിയ ജൻസീർ, ജസീല, മജിനാസ്, ഫിറോസ് എന്നിവരുടെ ക്രിയേറ്റീവ് ഷെഫ്സ് എന്ന ടീം ഒന്നാം സ്ഥാനം നേടി. ഷമീമ, രഹന, കമറു, ഫാത്തിമ എന്നിവരുടെ ടീമിനാണ് രണ്ടാം സ്ഥാനം. മാസ്റ്റർ ഷെഫുമാരായ ഷെഫ് പിള്ള, ഫൈസൽ ബഷീർ, ഫജീദ ആഷിഖ്, ഷെഫ് ബാബുജി, ബീഗം ഷാഹിന എന്നിവരായിരുന്നു മത്സരങ്ങളുടെ വിധികർത്താക്കൾ. മീഡിയ വൺ GCC ജനറൽ മാനേജർ സവാബ് അലി, മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി MCA നാസർ, മീഡിയ സൊല്യൂഷൻസ് സീനിയർ മാനേജർ ഷഫ്നാസ് അനസ്, നെല്ലറ ഫുഡ്സ് CEO ഫസലുർ റഹ്മാൻ, ഹോട്ട് പാക്ക് DGM മുഹമ്മദ് റാഫി, കോസ്മോ ട്രാവൽസ് മാർക്കറ്റിംഗ് മാനേജർ നദ മുഹമ്മദ്, ആയുഷ് കെയർ CEO മുഹമ്മദ് ഷമാസ്, ഗോർമെറ്റ് ഫുഡ്സ് ജനറൽ മാനേജർ അഫ്സൽ ബഷീർ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ കൈമാറി. മാസ്റ്റർ ഷെഫുമാരുമായി സംവദിക്കാൻ ഷെഫ് തിയേറ്റർ എന്ന പരിപാടിയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. മീഡിയ വൺ ഷാർജ.